സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. തീരദേശത്ത് ഇനി വറുതിയുടെ നാളുകൾ. 52 ദിവസങ്ങളിലായി നടപ്പാക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31-ന് അവസാനിക്കും. പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങളെ നിയന്ത്രണം ബാധിക്കില്ല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനത്തിന് തുടക്കമായി. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങളെ നിയന്ത്രണം ബാധിക്കില്ല. കേരള തീരത്ത് കരയിൽ നിന്നും കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ ദൂരം മത്സ്യബന്ധനത്തിന് നിരോധനമുണ്ട്. നീണ്ടകര പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം, തങ്കശ്ശേരി, അഴീക്കൽ ഹാർബറുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ യന്ത്ര മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരവും നങ്കൂരമിടലും പൂർണ്ണമായി നിരോധിക്കും. ഇൻബോർഡ് എഞ്ചിൻ ബോട്ടുകൾ ഒഴികെയുള്ള മറ്റെല്ലാ പരമ്പരാഗത ബോട്ടുകൾക്കും നീണ്ടകര ഫിഷിംഗ് ഹാർബർ വഴി പ്രവർത്തനാനുമതി ഉണ്ടായിരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യബന്ധന ബോട്ടുകളോട് നിരോധനം ആരംഭിക്കുന്നതിന് മുമ്പ് കൊല്ലം തീരം വിട്ടുപോകാനും നിർദ്ദേശിച്ചിരുന്നു. നിരോധനം ലംഘിച്ച് ട്രോളറുകൾ കടലിൽ പോകുന്നത് തടയാൻ നീണ്ടകര, ശക്തികുളങ്ങര, ആലപ്പാട്, അഴീക്കൽ മേഖലകളിലെ എല്ലാ മറൈൻ ഇന്ധന പമ്പുകളും ജൂലൈ 28 വരെ അടച്ചിടും. 52 ദിവസങ്ങളിലായി നടപ്പിലാക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31-ന് അവസാനിക്കും. കാലാവസ്ഥ മോശമായതോടെ കഴിഞ്ഞ ദിവസങ്ങളിലും ബോട്ടുകൾക്ക് കടലിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. ട്രോളിംഗ് നിരോധനം കൂടി വരുന്നതോടെ തങ്ങളുടെ ജീവിതം വറുതിയിലാകുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ന്യൂസ് ഡെസ്ക് മെട്രോ 7. നിങ്ങളുടെ സ്വർണത്തിന് പരമാവധി മൂല്യം നേടൂ മുത്തൂറ്റ് ഫൈനാൻസിലൂടെ. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു സ്വർണ്ണവിലയുടെ 85% വരെ ലോൺ. മുത്തൂറ്റ് ഫൈനാൻസ് ഗോൾഡ് ലോൺ. ഇന്ന് തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത മുത്തൂറ്റ് ഫൈനാൻസ് ബ്രാഞ്ച് സന്ദർശിക്കൂ.